ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഫൈനലായിട്ടുള്ള എക്സാം എഴുതാനായിട്ടാണ് വന്നത്. +1 ബയോളജി എക്സാം. നമ്മൾ ലാസ്റ്റ് എക്സാമാണ്. എല്ലാവരും അതിന്റെ എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയാം. ആൻഡ് ആൾസോ എക്സാമിന്റെ റിവ്യൂ അറിയാനും വെയിറ്റിംഗ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ബയോളജി എക്സാം ആണ്, ബോട്ടണി ആൻഡ് സുവോളജി. നമുക്ക് ആദ്യം ബോട്ടണിയിലേക്ക് പോവാം. ബോട്ടണി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കമ്പാരിറ്റീവ്ലി ആവറേജ് ആയിരുന്നു. വലിയ ഒരു രീതിയിൽ കുഴപ്പിക്കലോ അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിക്കലോ ഇല്ലായിരുന്നു എന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് പറയുന്നത്. അവർക്ക് വലിയൊരു പ്രോബ്ലം ഇല്ലായിരുന്നു, സാർ എഴുതാൻ പറ്റിയായിരുന്നു, അങ്ങനെ വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു. ഏകദേശം പഠിച്ചതൊക്കെ തന്നെയാണ് വന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നതൊക്കെ. പിന്നെ കൂടുതലും ചാർട്ട് പ്രോബ്ലംസ് കൂടുതൽ ചോദിച്ചാന്ന് പറഞ്ഞിരുന്നു. ഇമേജ് തന്നിട്ടുള്ള പ്രോബ്ലംസ് കുറെ ചോദിച്ചു എന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചു പോയവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സുവോളജിയാണ്. സുവോളജിയുടെ കേസ് എല്ലാവരും ഒരു സംശയം പറഞ്ഞായിരുന്നു. സുവോളജി ആരും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വന്നു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിൽ ഇനുലിൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്. നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരണ്ട, അതൊരു പോളിസാക്രൈഡ് തന്നെയാണ്. എഴുതിയവർക്ക് കറക്റ്റ് ആയിരിക്കും. ഒരു ചെറിയ കൺഫ്യൂഷൻ വരുത്തിയാന്ന് 2-3 സ്റ്റുഡൻസ് പറഞ്ഞായിരുന്നു, ഒരു ഇനുലിൻ സാർ നമുക്ക് പഠിക്കാനില്ലായിരുന്നു, ഇനുലിൻ അത് എന്താണെന്ന് അറിയത്തില്ല, അത് പോളിസാക്രൈഡ്സ് ആണ്. ഓക്കെ, അത് ഞാൻ നമ്മുടെ ആൻസർ കീ ഇടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് ഇടുന്നതായിരിക്കും. പിന്നെ കൂടുതലും ഡയഗ്രാംസ് ചോദിച്ചായിരുന്നു ഇതിലെന്ന് പറഞ്ഞു. ഒരുപാട് ഡയഗ്രാംസ് ഉണ്ടായിരുന്നു. മാക്സിമം ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൂടുതലും ഡയഗ്രാംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് 16ാമത്തെ ചോദ്യമായത്, മാച്ച് ദ ഫോളോയിങ്. എക്സാമ്പിൾ ഉപയോഗിച്ച് ഉള്ളത് ആരും വിചാരിച്ചിരുന്നില്ല. എക്സാമ്പിൾ ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ആരും പ്രെഡിക്റ്റ് ചെയ്തില്ല. നമുക്ക് മനസ്സിലായി. ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. നമുക്ക് മനസ്സിലായി, കുഴപ്പമില്ല. എന്നാലും ബോട്ടണി സുവോളജി എക്സാം ഓവറോൾ ഒരു 100-ൽ ഒരു 85% നമുക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നു, നമുക്ക് മനസ്സിലായി. എന്തായാലും നമ്മുടെ ആൻസർ കീ ഉടനെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ സ്റ്റുഡൻസും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് ഇനി ഇതുപോലത്തെ ആൻസേഴ്സും റിവ്യൂസും എല്ലാം ഇടാൻ പറ്റൂ. പുതിയ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.